പുരാതന കാലത്ത് ഒരു ബ്രാഹ്മണ ഗ്രാമത്തിൽ നാഗലക്ഷ്മി എന്ന അതിസുന്ദരിയായ ഒരു യുവതി ജീവിച്ചിരുന്നു. അവൾ അവിടുത്തെ പ്രധാനിയായ ഒരു ബ്രാഹ്മണ യുവാവിനെ വിവാഹം കഴിച്ചു. ഇയാൾ സൗന്ദര്യവും ആകർഷണീയതയുമുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും അത്യാഗ്രഹിയും ധൂർത്തനുമായി. ഇവർ ഒരു തീർത്ഥാടനത്തിനായി ഭർത്താവിനൊപ്പം യാത്ര പുറപ്പെട്ടു. നാഗലക്ഷ്മി ധാരാളം സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൈവശം വെച്ചിരുന്നു. ഭർത്താവാകട്ടെ ഈ സമ്പത്തിൽ കണ്ണുവെച്ചു. യാത്രാമധ്യേ വിജനമായ ഒരു കാട്ടിലെ പുഴയുടെ തീരത്ത് വെച്ച് ഭർത്താവ് നാഗലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞു. കള്ളിയങ്കാട്ട് യക്ഷി. കൊല്ലപ്പെട്ട നാഗലക്ഷ്മിയുടെ ആത്മാവ് അടങ്ങിയില്ല. അതിക്രൂരമായ ആ കൊലപാതകത്തിന്റെ വേദനയിലും വഞ്ചനയിലുമുള്ള കോപം കാരണം ആ ആത്മാവ് ഒരു ഭീകരരൂപമുള്ള യക്ഷിയായി മാറി. ഈ യക്ഷി പിന്നീട് വസിച്ചിരുന്നത് കള്ളിയങ്കാട് എന്ന സ്ഥലത്താണ്. അങ്ങനെയാണ് അവൾക്ക് കള്ളിയങ്കാട്ട് നീലി എന്ന പേര് ലഭിച്ചത്. ഭീകരരൂപം. അവൾ അസാധാരണമായ സൗന്ദര്യത്തോടെ മനുഷ്യരെ ആകർഷിക്കുകയും പിന്നീട് ഭീകരരൂപം പ്രാപിച്ച് അവരെ കൊന്നുതിന്നുകയും ചെയ്തു. പ്രതികാര തീവ്രത. നീലിയുടെ പ്രധാന ലക്ഷ്യം അവളെ വഞ്ചിച്ച ഭർത്താവിനോട് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു. ഒടുവിൽ ഈ ഭർത്താവ് മറ്റൊരു ദേശത്ത് വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന് നീലി മനസ്സിലാക്കി. നീലി ഒരു സാധാരണ സ്ത്രീയുടെ രൂപത്തിൽ ആ വീട്ടിലെത്തി താൻ അവന്റെ ആദ്യ ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെ താമസിച്ചു. അന്ത്യം.